ഹരിഹര മുരാരികളുടെ ജാമാതാവായ നാഗദേവൻ മദഗജത്തെ തളയ്ക്കാൻ കളത്തിലേക്ക് ഇറങ്ങുന്നു. മദയനെ തളയ്ക്കുന്ന അത്ര എളുപ്പമൊന്നുമല്ല. നമ്മുടെ ഏകശിലാ നഗരത്തിൽ ഈ മദഗജത്തെ തളയ്ക്കാൻ ഒരു യോദ്ധാവുമില്ലേ? ഇല്ലെന്ന് ആര് പറഞ്ഞു പ്രസാദാദിത്യ? ഉണ്ടല്ലോ. യുവരാജൻ രുദ്രദേവൻ ഉണ്ടെന്ന കാര്യം നിങ്ങൾ മറന്നെങ്കിലും ഞങ്ങൾ മറന്നിട്ടില്ല. വീരനാണെന്നും ശൂരനാണെന്നും ജഗതല പ്രതാപനാണെന്നും ഒക്കെ കഥകൾ പറഞ്ഞു കേട്ടതല്ലാതെ കാകതീയ ശൗര്യം നേരിട്ട് ദർശിച്ചിട്ടില്ല. സഹോദരങ്ങളായ ഞങ്ങൾക്ക് മാത്രമല്ല, രാജ്യത്തെ പ്രജകൾക്ക് പോലും യുവരാജനായ രുദ്രദേവനെ ഇതുവരെ കാണാൻ കഴിഞ്ഞിട്ടില്ല. രാജ്യോത്സവത്തിനെങ്കിലും ഞങ്ങൾക്ക് യുവരാജനെ കാണാൻ സാധിക്കുമോ? അദ്ദേഹത്തിന്റെ സാഹസികത കണ്ട് പ്രശംസിക്കാൻ അവസരമുണ്ടാകുമോ? പ്രജകളുടെ ആവശ്യം പൂർത്തീകരിക്കുന്നതാണ് രാജധർമ്മം. പ്രസാദാദിത്യ, രുദ്രദേവനെ വിളിച്ചോളൂ. ഈ മദയാനയുടെ പിടിയിൽ യുവരാജന്റെ ആയുസ് തീരുവോ എന്തോ. ശത്രുക്കളുടെ അന്തകൻ, പൃഥ്വി മണ്ഡല രക്ഷകൻ രുദ്രദേവ യുവരാജന് സ്വാഗതം. മഹാമന്ത്രി, രുദ്രദേവനെ കാണുമ്പോൾ നമുക്ക് സിംഹരാജനെ ഓർമ്മ വരികയാണ്.
കനകാംബ, അങ്ങോട്ട് നോക്കൂ. ശൗര്യവും സൗന്ദര്യവും ഒട്ടും കുറയാത്ത നിന്റെ സഹോദരൻ രുദ്രദേവനെ. എന്നെ പോലുള്ള കന്യകമാരുടെ വലയിൽ വീഴാതിരിക്കാനാണോ ഇത്രയും നാളും പുറത്തേക്ക് വരാതിരുന്നത്? കോമളാംബ കുമാരിക്ക് ആശ്ചര്യം അടക്കാൻ കഴിയുന്നില്ലല്ലേ? എന്റെ സഹോദരനാണ്. ഞാൻ പോലും ജ്യേഷ്ഠനെ വിശേഷങ്ങൾക്കും ആഘോഷങ്ങൾക്കുമാണ് കാണുന്നത്. ഈ അംഗരക്ഷകരൊക്കെ എവിടേക്കാ പോയത്? അനുസരണ തീരെ ഇല്ലാത്ത പെൺകുട്ടികളോ? ആണുങ്ങളോട് ഇങ്ങനെയൊക്കെയാണോ? അവരെങ്ങനെ പെരുമാറുന്നതിലുള്ള ദേഷ്യമാണോ, നിനക്കതിന് കഴിയാത്തതിലുള്ള സങ്കടമാണോ? കണ്ടില്ലേ മഹാമന്ത്രി, യുവരാജനോട് ഇപ്പോ പെൺകുട്ടികൾക്ക് എത്ര മമതയാണെന്ന്. ഉടൻ തന്നെ മംഗല്യം നടത്തണം. അല്ലെങ്കിൽ ശ്രീകൃഷ്ണനെ പ്രേമിച്ച ഗോപികമാരെ പോലെ എത്ര പെൺകുട്ടികൾ പ്രണയിക്കുമോ എന്തോ, എത്ര അന്തപുരങ്ങൾ പണിതുയർത്തേണ്ടി വരുമോ. രുദ്രദേവൻ എവിടെയുണ്ടെന്നോ എങ്ങനെയുണ്ടെന്നോ അറിയാൻ കഴിയാത്തത് ഒരു വശത്ത്, എന്റെ മുത്തശ്ശന്റെ മരണവും ജ്യേഷ്ഠൻ കൃഷ്ണഭൂപതിയുടെ രാജ്യാഭിഷേകവും മറുവശത്ത്. അതുകൊണ്ടാണ് ഇത്രയും കാലതാമസം നേരിട്ടത്. ഇനി ക്ഷമിക്കാൻ കഴിയില്ല. ആദ്യം ശത്രുവിനെ ബുദ്ധിബലം കൊണ്ട് അശക്തനാക്കണം. ഈ ദേവഗിരി നഗരത്തിൽ നിന്ന് ഉദ്ഭവിച്ച് കടലിൽ ചെന്ന് പതിക്കുന്ന കൃഷ്ണ, ഗോദാവരി, മഞ്ചീര നദികളാണ് നമ്മുടെ പുതിയ ആയുധങ്ങൾ. കാകതീയ സാമ്രാജ്യത്തിന്റെ ജീവാധാരമായ ആ നദീപ്രവാഹങ്ങൾക്ക് തടസ്സം സൃഷ്ടിക്കൂ. അണക്കെട്ടുകൾ ഉടൻ തന്നെ അടയ്ക്കൂ. എതിർക്കാൻ വരുന്നവർ ആരായാലും അവരെ ആ ജലദേവതയ്ക്ക് ബലിയർപ്പിക്കൂ. ജലം കിട്ടാതെ വരുമ്പോൾ എന്റെ കാൽക്കൽ ശരണം പ്രാപിക്കാതെ നിവൃത്തിയുണ്ടാവില്ല കാകതീയർക്ക്. ഇനി കണ്ടോളൂ, കാൽവിരൽ പോലും ചലിപ്പിക്കാതെ ഈ മഹാദേവൻ കാകതീയ സാമ്രാജ്യത്തിൽ സൃഷ്ടിക്കുവാൻ പോകുന്ന പ്രശ്നമാണ് ആദ്യം പരിഹരിക്കേണ്ടത്. അത് കഴിഞ്ഞു മതി ശത്രുവിന്. ഇത് രുദ്രദേവന്റെ പുതിയ പരിഷ്കാരമാണോ? അല്ല, മഹാദേവന്റെ കുടില തന്ത്രത്തിനുള്ള മറുപടിയാണിത്. ദുരിതമനുഭവിക്കുന്ന പ്രജകളുടെ പ്രശ്നം പരിഹരിക്കാതെ യുദ്ധത്തിനിറങ്ങി പുറപ്പെടുന്നത് ഉചിതമല്ല. പ്രജകളെ പ്രശ്നങ്ങളെല്ലാം അറിയിക്കണം. ഓഹോ, എന്ന് വച്ചാൽ പ്രജകളെയെല്ലാം വിളിച്ച് ആൽമര ചുവട്ടിലിരുന്ന് പെരുമ്പറ മുഴക്കി പറയണമെന്നാണോ? വളരെ ശരിയാണ് അംബരാജൻ. നാടുകൾ തോറും ചുറ്റി നടന്ന് പൊതുജനങ്ങളുമായി സംസാരിക്കാം. അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചതിന് ശേഷം യുദ്ധം. കാകതീയ വംശത്തിൽ ഇതുപോലൊരു ഭീരു ജനിക്കുമെന്നും യുദ്ധമെന്ന് കേട്ടാൽ ഭയന്നോടുമെന്നും ഞാൻ ഒരിക്കലും കരുതിയില്ല. രാജാക്കന്മാർ നേരിട്ട് ചെന്ന് പ്രജകളുമായി സംസാരിക്കണമെന്നോ? ഇങ്ങനെയാണെങ്കിൽ ഈ രാജ്യത്തിന്റെ ഭാവിയെക്കുറിച്ച് ആലോചിക്കാൻ പോലും ഭയമാവുകയാണ്. എനിക്കും സാമന്ത രാജാക്കന്മാർക്കും നീരസമുള്ളതുകൊണ്ട് ഈ സഭ ഞങ്ങൾ ബഹിഷ്കരിക്കുകയാണ്. അയൽ ദേശത്തെ രാജാക്കന്മാരുടെ കുടിലതന്ത്രം തകർത്തെറിഞ്ഞ രുദ്രദേവൻ തന്റെ സ്വന്തം രൂപം പുറത്തറിഞ്ഞാലുള്ള ആപത്ത് പോലും വകവയ്ക്കാതെ പ്രജകളുടെ പ്രശ്നം പരിഹരിക്കാൻ രണ്ടും കൽപ്പിച്ചിറങ്ങി. കോട്ടവാതിൽ കടന്ന് പുറത്തേക്കെടുത്തു വെച്ച ആദ്യ ചുവട് തന്നെ ഒരു ചരിത്രമായിരുന്നു. അവിടെ ഒരു തുള്ളി വെള്ളമില്ലാതെ ഭൂമി വരണ്ടു കിടക്കുക. കുടിക്കാൻ വെള്ളമോ കഴിക്കാൻ ഭക്ഷണമോ ഇല്ലാതെ ഞങ്ങൾ വിശന്നു വരയുകയാ. പട്ടിണി കിടക്കുന്നതിനേക്കാൾ നല്ലത് യുദ്ധം ചെയ്ത് മരിക്കുന്നതാ. മരിക്കാൻ ഞങ്ങൾ ഒരുക്കമാണ്. പിന്നെ അങ്ങെന്തിന് മടിക്കുന്നു യുവരാജൻ? യുദ്ധത്തിന് തയ്യാറാ. അത് ജീവൻ ബലി കൊടുക്കാനല്ല, നമ്മുടെ അടുത്ത തലമുറയെ സംരക്ഷിക്കാനാണ്. ആ ദേവഗിരി മഹാദേവൻ നമ്മുടെ രാജ്യം വരൾച്ച മൂലം നശിക്കാൻ വേണ്ടിയാണ് നദീപ്രവാഹങ്ങൾ തടഞ്ഞു വെച്ചിരിക്കുന്നത്. നദിയിലെ ജലത്തെയല്ലേ തടയാൻ കഴിയൂ? ആകാശത്തിലെ മഴയെ ആർക്കെങ്കിലും തടയാൻ കഴിയുമോ? മഴ പൊഴിയില്ലേ, വിത്ത് മുളയ്ക്കില്ലേ, ഭൂമി ദേവി അനുഗ്രഹിക്കില്ലേ? ആകാശത്തിലെ മഴ തന്നെ ധാരാളം. ആ ജലം സംഭരണികളിൽ സൂക്ഷിച്ചു വെക്കണം. അതിനനുസൃതമായി കാകതീയ വംശാചാര പ്രകാരം ഗണപതി ദേവ ചക്രവർത്തിയുടെ നാമത്തിൽ ഗണപസമുദ്രം, ചക്രവർത്തിയുടെ മാതാവിന്റെ നാമത്തിൽ വയ്യാമ്പ സമുദ്രം, സഹോദരിയുടെ നാമത്തിൽ കുന്ദസമുദ്രം, യുവരാജാവിന്റെ നാമത്തിൽ രുദ്രസമുദ്രം തുടങ്ങി സംഭരണികളുടെ നിർമ്മാണം ആരംഭിച്ചു. നിർമ്മാണം പൂർത്തിയാകാൻ ഇനി എത്ര കാലം എടുക്കുമെന്ന് അറിയില്ല. ഉടനെ എങ്ങാനും ദാഹജലം കിട്ടുമോ? തീർച്ചയായും. മുഷികുന്ദ നദിയിൽ നിന്നും തിരിച്ചുവിട്ട ചാലിലൂടെയും ആലേരിൽ നിന്നും തിരിച്ചുവിട്ട ആലേരി ചാലിലൂടെയും കൃഷിക്കാവശ്യമായ ജലം അണക്കെട്ടിന്റെ അധികാരികൾ മുഖേന എല്ലാവർക്കും ലഭിക്കുന്നതാണ്. ഈ പ്രശ്നം പരിഹരിക്കപ്പെടുന്നതുവരെ നിങ്ങൾ ആരും കരമടക്കേണ്ടതില്ല.